ഹമാസിന്റെ സാന്നിധ്യമില്ലാത്ത പലസ്തീൻ രൂപീകരിക്കണമെന്ന പ്രമേയം അംഗീകരിച്ച് ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ അസംബ്ലി പ്രമേയം പാസാക്കി. ഭാരതം ഉൾപ്പെടെ 142 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. ഇസ്രായേൽ പ്രമേയത്തെ ശക്തമായി എതിർത്തു. ഹമാസിന്റെ സ്വാധീനം ഒഴിവാക്കണമെന്ന് പ്രമേയം പറയുന്നുണ്ടെങ്കിലും നീക്കം അവർക്ക് അനുകൂലമായി തീരും എന്ന് ഇസ്രായേൽ. 10ഓളം രാജ്യങ്ങൾ എതിർത്ത പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ 12 രാജ്യങ്ങൾ വിട്ടുനിന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഹമാസിന്റെ സാന്നിധ്യമില്ലാത്ത പലസ്തീൻ രൂപീകരിക്കണം എന്നുള്ള പ്രമേയം ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ അസംബ്ലി യോഗത്തിൽ അംഗീകരിച്ചിരിക്കുകയാണല്ലോ. ആ പ്രമേയത്തെ ഭാരതവും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇതിനെ ശക്തമായി എതിർക്കുകയാണ്. എതിർക്കുന്ന രാജ്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്? രോഹിണി, നിലവിൽ എതിർക്കുന്ന രാജ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായും ഭാരതം പോലുള്ള രാജ്യങ്ങൾ അനുകൂലിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഭാരതം ഭീകരതയ്ക്കെതിരായ നിലപാടാണ്, ഹമാസിനെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും ഹമാസിന്റെ നിയന്ത്രണത്തിലല്ലാത്ത അല്ലെങ്കിൽ ഒരു ഭീകര സംഘടനയുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു പാലസ്തീൻ എന്ന നിലപാടാണ്, അല്ലെങ്കിൽ പാലസ്തീൻ രാഷ്ട്രം എന്ന നിലപാടാണ് ഭാരതത്തിന്റേത്. സ്വാഭാവികമായും ഇത്തരം നീക്കം സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തിരുന്നു. 10ഓളം രാജ്യങ്ങൾ കൃത്യമായും ഇസ്രായേലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇസ്രായേലും ഉൾപ്പെടെ ഈ വിഷയം പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂല നിലപാട് ഹമാസിന് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹമാസ് ഒരു സാധ്യതയായി കണക്കാക്കുകയും അതൊരു പ്രോത്സാഹനമായി കണക്കാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ സാന്നിധ്യം എന്നതിനപ്പുറം ഇരട്ട രാഷ്ട്രം എന്നൊരു ആശയം തന്നെ ആവശ്യമില്ല എന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്ക നിലപാടിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ 142 രാജ്യങ്ങളാണ് പ്രമേയത്തെ അനുകൂലിച്ചത്. ഒരു കാര്യം വ്യക്തമാണ്, അതായത് ഒരു നോൺ ബൈൻഡിങ്, ഒരു രാഷ്ട്രീയ നയ തീരുമാനം എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ബൈൻഡിങ് ഡിസിഷൻ എന്ന് പറയുന്ന ഏതെങ്കിലും അന്താരാഷ്ട്ര ധാരണകളുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ടതും അല്ലെങ്കിൽ അടിയന്തരമായി നടപ്പിൽ വരുത്തണം എന്ന രീതിയിലുള്ള ഒരു തീരുമാനമല്ല എങ്കിൽ കൂടി ഒരു രാഷ്ട്രീയ നിലപാടാണ്, അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ് വിഷയത്തിൽ ഇപ്പോൾ പ്രമേയമായി പാസ്സാക്കപ്പെട്ടിരിക്കുന്നത്. 142 രാജ്യങ്ങൾ ഇതിനെ അനുകൂലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 10 രാജ്യങ്ങൾ എതിർത്തും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെ 12ഓളം രാജ്യങ്ങൾ വിട്ടുനിന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പുതിയ രാഷ്ട്രീയ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരട്ട രാഷ്ട്രം സ്ഥാപിക്കുകയും ഭീകരവിരുദ്ധ നിലപാടുകളെ കൃത്യമായി എതിർക്കുകയും ചെയ്യണമെന്ന ഒരു ലോക രാഷ്ട്രീയ നിലപാട് ഇക്കാര്യത്തിൽ നീളിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യമേറിയ വിഷയം. സുപ്രധാനമായി നോക്കിക്കാണേണ്ടത് ഹമാസിന്റെ നിയന്ത്രണം വേണ്ട എന്ന് തന്നെയാണ്, പൊതു നിലപാട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. രോഹിണി. അതെ.